നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യകാൽ ഭാഗം ചേരുന്ന ചിങ്ങൻ രാശിക്കാരെ പറ്റിയാണ്. 2021 ജനുവരി തൊട്ട് 2022 ജനുവരി വരെയുള്ള സമയം നിങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുമാണ്. ചിങ്ങൻ രാശി സൂര്യൻ്റെ രാശിയാണ്. സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചത്തിലാണ്. സൂര്യൻ ആത്മകാരകനാണ്. ഈ വർഷം മുഴുവനും ശനി നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. രാഹുവും കേതുവും, രാഹു നിങ്ങളുടെ 10ാം രാശിയിൽ കർമ്മസ്ഥാനത്താണ്. ഈ വർഷം മുഴുവനും കേതു 4ാം ഭാവത്തിലാണ്. ഈ വർഷം മുഴുവനായിട്ട് വ്യാഴം കുറച്ച് സമയം നിങ്ങളുടെ 6ാം ഭാവത്തിൽ ശനിയുടെ കൂടെയും കുറച്ച് സമയം നിങ്ങളുടെ 7ാം ഭാവത്തിൽ കുംഭൻ രാശിയിലുമാണ് ഉണ്ടാവുക. ജനുവരി തൊട്ട് ഏപ്രിൽ 6 വരെ വ്യാഴം നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. ഏപ്രിൽ 6 തൊട്ട് സെപ്റ്റംബർ 15 വരെ അത് 7ാം ഭാവത്തിലേക്ക് മാറും. പിന്നെ സെപ്റ്റംബർ 15 തൊട്ട് നവംബർ 20 വരെ വ്യാഴം തിരിച്ച് 6ാം ഭാവത്തിലേക്ക് തന്നെ വരും. പിന്നെ നവംബർ 20 ശേഷം വീണ്ടും അത് 7ാം ഭാവത്തിലേക്ക് മാറും. സൂര്യൻ ജനുവരി 14 മകരൻ രാശിയിൽ സംക്രമിക്കും. മറ്റുള്ള ഗ്രഹങ്ങളും ചെറിയ രാശി മാറ്റം ഉണ്ടാകും അവർക്കും. മൊത്തത്തിൽ 2021 നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. കാരണം വ്യാഴം 6ൽ വരുമ്പോൾ അത്ര നല്ല സമയമല്ല. ചിലവ് വർദ്ധിക്കും, യാത്രകൾ ചെയ്യേണ്ടി വരും, ആരോഗ്യപരമായും അത്ര നല്ലതല്ല. വ്യാഴം 7ൽ വരുമ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയും നവംബറിന് ശേഷവും നിങ്ങൾക്ക് ജോലിയിൽ പ്രമോഷൻ, ബിസിനസ്സിൽ ലാഭം, പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് നല്ലതാണ്. ഉന്നത വിദ്യാഭ്യാസം, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും. വാഹനം വാങ്ങാൻ, വീട് വാങ്ങാൻ ഒക്കെ ഉള്ള സമയം നല്ലതാണ്. നല്ല സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം ഈ സമയത്ത്. മാനസികമായ സന്തോഷം, സന്താനങ്ങളെ കൊണ്ടുള്ള ഭാഗ്യം ഇവയെല്ലാം ഉണ്ടാകും. വ്യാഴം അനുകൂലമല്ലാത്ത സമയത്ത് പെട്ടെന്നുള്ള തീരുമാനമെടുക്കരുത്. ജോലി മാറാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ ഒന്നും നോക്കരുത്. രാഹു 10ലുള്ള സമയത്ത് ജോലിയിൽ പെട്ടെന്നുള്ള ഉയർച്ചയുണ്ടാകും നിങ്ങൾക്ക്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കെല്ലാം ഭാഗ്യം കിട്ടും. 4ലുള്ള കേതു മനസ്സിന് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. കുടുംബത്തിൽ അത്ര സമാധാനം ഉണ്ടാവുകയില്ല. വ്യാഴം 6ലുള്ള സമയത്ത് ശത്രുക്കളിൽ നിന്ന് ജയിക്കാൻ പറ്റും എവിടെയും. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകും ഈ വർഷം നിങ്ങൾക്ക്. ദാമ്പത്യപരമായിട്ടും വലിയ കുഴപ്പമില്ലാതെ പോകും. ദോഷപരിഹാരമായിട്ട് നിങ്ങൾ വ്യാഴം 6ലുള്ള സമയത്ത് വിഷ്ണു സഹസ്രനാമം ചെല്ലുക. വ്യാഴാഴ്ച വ്രതമെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് വരും എല്ലാ നിങ്ങളുടെ കാര്യങ്ങളും. ഓം നമഃശിവായ 11 തവണ ചെല്ലുക. അതുപോലെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്